Hello guys, welcome back to our channel. This is me with Mallu എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരാണെങ്കിൽ ആ ഒരു പാത്തിലൂടെ താഴേക്ക് വരികയാണ്. ഇവിടെ കോമയാണെങ്കിൽ ആ ഒരു കാഴ്ച കണ്ട് ഷോക്കാവും. അവരെ കൊണ്ട് എങ്ങനെ അതിലൂടെ വരാനായിട്ട് കഴിഞ്ഞു? അതിനാ സ്പൈക്കം പറയും ആരോ അവരെ സഹായിച്ചിട്ടുണ്ട്, ആ ഒരു ബാരിയർ ആരോ നീക്കി കൊടുത്തുകൊണ്ടാണ് അവർക്ക് വരാനായിട്ട് പറ്റിയത്. ഇവിടെയാണെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ ആ ഒരു വലിയ വിമാനം അത് താഴെ വീണ് തകർന്നു. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന കോമാസിന്റെ സോൾജിയേഴ്സ് നമ്മുടെ ആൾക്കാരെ അറിഞ്ഞ പുറഞ്ഞും ഷൂട്ട് ചെയ്യുകയാണ്. ഗോക്കു ആണെങ്കിൽ ആയിസ് നിങ്ങൾ സേഫ് അല്ലേ എന്ന് വിളിച്ചു ചോദിക്കും. അതേസമയം അവര് അടുത്തു പോയി നിന്ന് അതെ ഞങ്ങൾ സേഫ് ആണെന്ന് വിളിച്ചു പറയും. പക്ഷെ അടുത്ത നിമിഷം ആ സോൾജിയേഴ്സ് ആണെങ്കിൽ സ്പേസ് ഷിപ്പിൽ അവിടേക്ക് വന്ന് അവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. നമ്മുടെ ആൾക്കാരും വിട്ടുകൊടുക്കാതെ ഇപ്പൊ തോക്കെടുത്ത് അവരെ അറിഞ്ഞും പുറഞ്ഞും ഷൂട്ട് ചെയ്യാണ്. അങ്ങനെ രണ്ട് ടീമും പൊരിഞ്ഞ പോരാട്ടം. ഗോക്കു ആണെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്തേക്ക് ചാടി വരാൻ ശ്രമിക്കുമ്പോൾ അങ്ങനെ ആ വില്ലന്മാരായ സോൾജിയേഴ്സ് അറിഞ്ഞ പുറത്ത് ഷൂട്ട് ചെയ്യാണ്. അവനാണെങ്കിൽ എങ്ങനെയൊക്കെയോ നീന്തിയും നിരങ്ങിയും ഇപ്പൊ ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് പോകും. ആണെങ്കിൽ ഒരുപാട് നേരം കണ്ടിന്യൂസ് ആയിട്ട് അറ്റാക്ക് ചെയ്ത് ഇപ്പൊ പതിയെ പ്ലെയിനുമായിട്ട് മുകളിലേക്ക് പോകും. അത് കണ്ട ഗോക്കു ആണെങ്കിൽ അവന്റെ സ്റ്റിക്ക് അങ്ങനെ നീട്ടി അതിലൊരു പ്ലെയിൻ തകർക്കുകയാണ്. ഇവിടെ പിക്കലോ ആണെങ്കിൽ ോട് പറയും നമുക്ക് അല്പനേരം കൂടെ വെയിറ്റ് ചെയ്ത് നിൽക്കാം, എന്നിട്ട് കറക്റ്റ് സമയത്ത് ഒറ്റയടിക്ക് എല്ലാത്തിനും നശിപ്പിച്ചു കളയാം. അതിന് വജീറ്റ ദേഷ്യപ്പെട്ടു പറയും എന്നെ കൊണ്ട് പറ്റില്ല ഇനിയും നോക്കിയിരിക്കാനായിട്ട്, ഞാൻ എത്രയും വേഗം അവിടേക്ക് പോയി അവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് പോവാണ്. വജീറ്റയാണെങ്കിൽ ചാടിപ്പോയി ഒരു വലിയ വിമാനത്തെ അറ്റാക്ക് ചെയ്യുമെങ്കിലും അതിൽ നിന്ന് ഒരുപാട് ബുള്ളറ്റ്സ് ഏറ്റ് വജീറ്റ തകർന്ന് താഴേക്ക് വീഴുകയാണ്. ഗോക്കു ആണെങ്കിൽ അവന്റെ അടുത്തേക്ക് വരും. വജീറ്റ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ ഓക്കെ അല്ലേ? വജീറ്റ ആണെങ്കിൽ നിന്റെ കയ്യിൽ ആ ടാബ്ലറ്റ് ഉണ്ടെങ്കിൽ അതെനിക്ക് തരാനായിട്ട് പറയും. അത് കേട്ട് ഗോക്കു ചിരിച്ച് അതെടുത്ത് കൊടുക്കുകയാണ്. അവനാണെങ്കിൽ അത് കഴിക്കാൻ അത് കാണുമ്പോൾ മനസ്സ് വരില്ല എങ്കിലും മനസ്സില്ലാ മനസ്സോടുകൂടി അവൻ അത് കഴിച്ച് അവന്റെ ശക്തിയും പവറും കൂട്ടുകയാണ്. ഓ നോ, അവരെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് അവനിപ്പോ മുകളിലേക്ക് ചാടിപ്പോവും. അതേസമയം ഇവിടെ ആ കോമ അവനാണെങ്കിൽ ഭയങ്കര സന്തോഷം. നമ്മുടെ ജിയേഴ്സ് നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്, അവരെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല എന്ന് പറയും. അപ്പോഴായിരിക്കും ആ ഒരു എൽട്ടൺ നമുക്കിനെ അവൻ ശ്രദ്ധിക്കുക. ഇയാളെ കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല, അവർക്ക് ജയിക്കാൻ പറ്റില്ല. അതിനുശേഷം ഒരു പ്രിൻസസിനെ നോട്ടീസ് ചെയ്യും. അവസാനമായിട്ട് ആ ഒരു അസിസ്റ്റന്റിനെ. അപ്പോഴായിരിക്കും കോമ അവന്റെ ബെൽറ്റിലുള്ള ആ ഒരു കണ്ണ് ശ്രദ്ധിക്കുക. ഓ നോ, ഇതാ കണ്ണാണ് ലെജൻഡറി കണ്ണ്. അത് കേട്ട് ആ ഒരു സ്പൈക്കൻ ഷോക്കാവും. കട്ട് ചെയ്ത ഇവിടെയാണെങ്കിൽ ഗോക്കുവും പ്രിൻസസും പിക്കലോയും വജീറ്റയും എല്ലാവരും ചേർന്ന് ആ സോൾജിയേഴ്സിനെ നിർത്താതെ അറ്റാക്ക് ചെയ്യാണ്. അവർക്കാണെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി ഞാൻ ആ ഭാഗത്തൂടെ ഓടും. ആണെങ്കിൽ ചുറ്റും നോക്കും, എല്ലാവരെയും നമ്മൾ തുരത്തി ഓടിച്ചു എന്ന് പറയും. അത് കേട്ട് അസിസ്റ്റന്റ് ആണെങ്കിൽ ഒരു കോട്ടോയൊക്കെ വിട്ട് അതെ എന്റെ കഴിവോട്ട് ഞാൻ ഓടിച്ചു എന്ന് പറയും. പ്രിൻസസ് ആണെങ്കിൽ അവനോട് ദേഷ്യപ്പെടും. ഇവിടെ ബ്ലൂമാൻ ആണെങ്കിൽ നമുക്ക് പോവേണ്ട താമഗാമിയുടെ സ്ഥലം അത് അവിടെയാണെന്ന് പറഞ്ഞ് ദൂരേക്ക് പോവും. അതേസമയം ദൂരത്തായിട്ട് സോൾജിയേഴ്സ് അവരെ കണ്ട് കൂടുതൽ സോൾജിയേഴ്സിനെ അവരെ അറ്റാക്ക് ചെയ്യാൻ പറഞ്ഞയക്കും. കട്ട് ചെയ്ത ഇവിടെ കോമയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പറയും. വർഷങ്ങൾക്ക് മുൻപ് ആമുറയുടെ നെറ്റിയിലാണ് ഈ ഒരു ലെജൻഡറി കണ്ണുണ്ടായിരുന്നത്. അത് നഷ്ടപ്പെട്ടു പോയെന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ അതിവിടെ ഉണ്ടായിരുന്നു എന്ന് ഇപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും എനിക്കത് കിട്ടിയേ പറ്റൂ. സ്പൈക്കൻ നീ തന്നെ അത് എന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് തരണം എന്ന് പറയും. അത് കേട്ട് അവൻ ഒരു സെക്കൻഡ് ഒന്ന് പണ്ടടിക്കും. അതിനുശേഷം ഞാൻ എന്റെ മാക്സിമം ശ്രമിച്ച് അത് കൊണ്ടുവരാന്ന് പറഞ്ഞ് കടന്നു പോകും. ആക്ച്വലി ആ ഒരു കണ്ണ് അത് സുപ്രീം ഡീമൺ കിങ്സിന്റെ ഒരു അധികാരത്തിന്റെ പവറിന്റെ അടയാളമായിട്ടാണ് കാണുന്നത്. ഇതിൽ കൂടുതൽ ശക്തി എപ്പോഴാണോ ആവശ്യം ആ സമയം ആ ഒരു കണ്ണ് അത് നെറ്റിയിൽ പതിപ്പിച്ചതിന് ശേഷം അൺലിമിറ്റഡ് ആയിട്ടുള്ള പവർ അത് അവർക്ക് കിട്ടും. ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത അത്രയും വലിയൊരു പവർ ആയിരിക്കും വന്ന് ചേരുക. അവരുടെ പക്കലുണ്ടായിരുന്ന ആ ഒരു കണ്ണ് അത് വർഷങ്ങൾക്ക് മുൻപ് മോഷ്ടിക്കപ്പെട്ടു. അത് ചെയ്തത് മറ്റാരുമല്ല, ഡാബുറ അവന്റെ അസിസ്റ്റന്റിനെ ഉപയോഗിച്ച് ആ ഒരു കണ്ണെടുക്കാനായിട്ട് ശ്രമിച്ചു. ലോക്ക് തുറന്ന് ആ ഒരു കണ്ണെടുക്കുന്ന സമയം അലാം അടിഞ്ഞ് അവിടേക്ക് ഒരുപാട് സോൾജിയേഴ്സ് എത്തി. അവൻ ആ സോൾജിയേഴ്സിന്റെ എല്ലാം കണ്ണ് വെട്ടിച്ച് പുറത്തേക്ക് വരുന്ന സമയത്ത് ആരോ ഒരാൾ അവന്റെ അടുത്തേക്ക് വന്ന് വലിയൊരു ഗദ ഉപയോഗിച്ച് അവനെ തല്ലിക്കൊല്ലും. അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു കണ്ണ് മലഞ്ചെരുവിൽ നിന്ന് താഴേക്ക് വീഴും. ഡബോറ ആണെങ്കിൽ അവനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുമെങ്കിലും കോൾ കണക്ട് ആവില്ല. ആ ഫോൺ പോലും അവൻ തകർത്ത് കളയും. ഡാബുറയ്ക്ക് ആണെങ്കിൽ ആ ഒരു വലിയ കണ്ണ് അത് സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും ആബുറയുടെ ആ ഒരു സുപ്രീം ഡീമൺ പൊസിഷനിലേക്ക് അവനെ കൊണ്ട് വരാനായിട്ട് കഴിഞ്ഞു. അവന്റെ ശക്തിയും പവറും ഉപയോഗിച്ച് അവൻ മാജിക് ബൂവിന് ജന്മം കൊടുത്തുവെങ്കിലും മാജിക് ബൂ ആണെങ്കിൽ ഡാബുറയെ തന്നെ ഇല്ലാതാക്കി. അതിനുശേഷമാണ് കിങ് കോമ സുപ്രീം ഡീമൺ കമാൻഡറായി മാറിയത്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത വർഷങ്ങൾക്ക് ശേഷം അസിസ്റ്റന്റ് അവൻ കാട്ടിലൂടെ വേട്ടയാടി നടക്കുമ്പോഴാണ് ആ ഒരു കണ്ണ് കാണാനായിട്ട് കഴിഞ്ഞത്. അതൊരു ലെജൻഡറി ഐ ആണെന്ന് മനസ്സിലാവാതിരുന്ന അവനാണെങ്കിൽ ആ കണ്ണ് കണ്ട് ഇഷ്ടപ്പെട്ട് അതവന്റെ ബെൽറ്റിന്റെ സൗന്ദര്യം കൂട്ടാനുള്ള ഒരു വസ്തുവാക്കി മാറ്റി അതവന്റെ ബെൽറ്റിൽ ഘടിപ്പിച്ചു. അങ്ങനെ അവൻ അറിയാതെ ആ ലെജൻഡറി ഐ അവന്റെ സ്വന്തമായി മാറി. പക്ഷെ അതെന്താണെന്നോ അതെന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്നോ എന്താണ് അതിന്റെ പവർ എന്നോ ഒന്നും തന്നെ അവൻ അറിയില്ലായിരുന്നു. കട്ട് ചെയ്ത പ്രസന്റ് കാണിക്കും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ടോമാഗോമിയായിട്ട് ഫൈറ്റ് ചെയ്യാൻ ആ പാലസിന്റെ അടുത്തേക്ക് വരും.
പക്ഷെ അടുത്ത നിമിഷം ഒരു അറ്റാക്ക് ചെയ്യാൻ ഒരുപാട് സോൾജിയേഴ്സ് വരികയാണ്. ആ കാര്യം അവർ തിരിച്ചറിയും. വെജീറ്റ ആണെങ്കിൽ ക്യാഷ് ആയിട്ട് പറയും, ആരൊക്കെ വന്നാലും യാതൊരു കുഴപ്പമില്ല, നമ്മൾ ടെററായിട്ട് പിടിച്ചു നിൽക്കും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ തിരിച്ചറിയും ഇപ്പൊ സോൾജിയേഴ്സ് ഒരുപാട് കൂടുതലാണെന്ന്. അപ്പൊ ലോങ് ഷോട്ടില് ഒരു അമ്മയും കുഞ്ഞും അവർ രണ്ടുപേരും ഗോകുവിന്റെ ചെവി അത് റൗണ്ടായിട്ടിരിക്കുന്നത് തിരിച്ചറിയും. ഗോകു ആണെങ്കിൽ ഇപ്പോ ലെജൻഡറി നമുക്കിനോട് ചോദിക്കും, നിങ്ങളുടെ പവർ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയില്ലേ? അതിന് അദ്ദേഹം പറയും, നിങ്ങളുടെ ഫൈറ്റ് കാണാനാണ് ഞാൻ വന്നിരിക്കുന്നത്, അല്ലാതെ മറ്റൊന്നും ചെയ്യാനല്ല. കട്ട് ചെയ്ത ഇവിടെ ആ അസിസ്റ്റന്റ് ആണെങ്കിൽ ഈ ഫൈറ്റ് ഒന്നും മൈൻഡ് ചെയ്യാതെ കാഷ്വലായിട്ട് സ്നാക്സ് ഒക്കെ കഴിക്കുമ്പോൾ ഒരു ചുന്ദരിയായിട്ടുള്ള ലേഡി അവന്റെ അടുത്തേക്ക് വരും. നിന്റെ ബെൽറ്റ് അടിപൊളിയായിട്ടുണ്ട്, എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറയും. അതിനവൻ പറയും, അതെ എനിക്കും ഇത് ഒത്തിരി ഇഷ്ടമാണ്, എനിക്ക് ആ ബെൽറ്റ് തരുവാണെങ്കിൽ നിനക്ക് ഞാനൊരു ചൂട് ചുംബനം തരാമെന്ന് ആ പെണ്ണ് പറയും. അതിനവൻ പറയും, എനിക്ക് നിന്റെ കിസ്സൊന്നും വേണ്ട, നിന്റെ തലയിലിരിക്കുന്ന തൊപ്പി അത് കിട്ടുകയാണെങ്കിൽ ഞാൻ തരാമെന്ന് പറയും. അവളാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ചമ്മിപ്പോവും, പക്ഷേ അതാവശ്യം ആ ബെൽറ്റാണ്. അതുകൊണ്ട് തന്നെ തൊപ്പി ഊരി അവന്റെ കയ്യിൽ കൊടുത്ത് ആ ബെൽറ്റ് വാങ്ങുകയാണ്. മറ്റൊരു ഭാഗത്ത് ഇവിടെ ഗോകുവാൻ ടീമാണെങ്കിൽ കാര്യമായിട്ട് പ്ലാൻ ചെയ്യും എങ്ങനെ ആ സോൾജിയേഴ്സിനെ എല്ലാം ഒറ്റയടിക്ക് തോൽപ്പിക്കാവുന്ന. അതേസമയം ഇവിടെ കോമ ആളാണെങ്കിൽ സോൾജിയേഴ്സിനെയും സ്പൈക്കിനെ എല്ലാം ഓരോ ഭാഗത്തേക്ക് അയച്ച് ഇപ്പൊ ക്യാഷ്വലായിട്ട് കിടന്നുറങ്ങും. അതേസമയം സയന്റിസ്റ്റ് ലേഡി ആണെങ്കിൽ അവളുടെ കയ്യിലുള്ള ഒരു ഡ്രാഗൺ ബോൾ അതിൽ നോക്കിയിരിക്കും. സമയം അത് അടുത്തെത്തിയിരിക്കുന്നു. എത്രയും വേഗം 2 ഡ്രാഗൺ ബോൾസും എന്റെ കയ്യിലേക്ക് എത്തുന്നു പറയും. ഇവിടെ ഗോകുവും വജീറ്റയും പിക്കലോയും അവർ 3 പേരും ഉറപ്പിച്ചു പറയും, നമ്മൾ ടീമായിട്ട് അറ്റ് എ ടൈം അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവരെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് അവർ ചാടി വന്ന് ടീമായിട്ട് തെരുതര അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യും. പ്രിൻസസിനാണെങ്കിൽ അത് കണ്ട് ഭയങ്കര സന്തോഷം. അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ ഗോകുവാൻ ടീമിന്റെ മുൻപിലേക്ക് വലിയ വെപ്പൻസ് ഉള്ള വെഹിക്കിൾസ് വന്ന് നിൽക്കുകയാണ്. അതിൽ നിന്ന് ഷോക്ക് വേവ്സ് പുറത്തേക്ക് വന്ന് ഇപ്പോ ജിറ്റിയെയും ഗോകുയെയും പിക്കലോയും ആഞ്ഞടിക്കും. ആ ഒരു ഷോക്ക് വേവിന്റെ പവറിൽ അവർ 3 പേര് താഴേക്ക് അടിച്ച് വീഴുകയാണ്. ഇപ്പൊ ജിറ്റിക്കാണെങ്കിൽ എഴുന്നേക്കാൻ കഴിയുന്നില്ല, എന്റെ ബോഡി മുഴുവൻ സ്റ്റിഫായെന്ന് പറയും. ഗോകു ആണെങ്കിൽ എഴുന്നേക്കോ പതിയെ എഴുന്നേക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ചുറ്റും സോൾജിയേഴ്സ് വന്ന് അറഞ്ചം പുറഞ്ഞ് ഷൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെ ആ ഒരു വെപ്പൻ വെഹിക്കിൾ ഉപയോഗിച്ച് വീണ്ടും വീണ്ടും നമ്മുടെ ആൾക്കാരെ അറ്റാക്ക് ചെയ്യുകയാണ്. അടുത്ത നിമിഷം പ്രിൻസസിന്റെ പപ്പ ആളവിടേക്ക് വലിയൊരു സ്പേസ്ഷിപ്പിൽ കടന്നു വരികയാണ്. അദ്ദേഹമാണെങ്കിൽ താഴെ ഉണ്ടായിരുന്ന ആ ഒരു വെപ്പൻ വെഹിക്കിൾ ഇതെല്ലാം തന്നെ വലിയ പവറും ശക്തി ഉപയോഗിച്ച് തകർത്ത് കളയാണ്. ആ സമയം അതിലൊരു വില്ലനാണെങ്കിൽ ഇപ്പോ അദ്ദേഹത്തിന്റെ ആ ഒരു വലിയ സ്പേസ്ഷിപ്പ് തകർക്കും. നമ്മുടെ ആൾക്കാരെല്ലാവരും അത് കണ്ട് ഭയന്ന് മുൾമുനയിൽ നിൽക്കുമ്പോൾ അദ്ദേഹമാണെങ്കിൽ യാതൊരു കുഴപ്പമില്ലാതെ ടീമുമായിട്ട് മുൻപോട്ടേക്ക് വരികയാണ്. പിന്നീട് വലിയ വെപ്പൻസ് ഒക്കെ ഉപയോഗിച്ച് ആ വില്ലന്മാരെല്ലാം ആറഞ്ചം പുറഞ്ച് അറ്റാക്ക് ചെയ്യും. പിന്നെ നമ്മുടെ ആൾക്കാരും അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പൊരിഞ്ഞ അട്ടിയിട്ടി ബഹളം. നമ്മുടെ പ്രിൻസസ് ആണെങ്കിൽ ഇപ്പോ അവളുടെ പപ്പയുടെ ദേഹത്ത് കയറിയിരുന്ന് അവളുടെ കയ്യിലുള്ള വെപ്പൻ ഉപയോഗിച്ച് അവരെ എല്ലാം അറഞ്ചം പുറഞ്ഞ് ഷൂട്ട് ചെയ്യും. അങ്ങനെ എല്ലാവരും ചേർന്ന് വലിയൊരു യുദ്ധം നടത്തി ആ വില്ലന്മാരെ എല്ലാവരും നശിപ്പിച്ച് കളയാണ്. അവിടുന്ന് അങ്ങനെ സുമോട്ട് ചെയ്ത ആ ഒരു കോമൺ വില്ലൻ അവനാണെങ്കിൽ ദേഷ്യപ്പെടും, ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല, എങ്ങനെ നമ്മുടെ സോൾജിയേഴ്സ് തോറ്റു, ഇനിയും സോൾജിയേഴ്സിനെ അയക്കേ. അതിന് സ്പൈക്കം പറയും, ഇനി നമ്മളുടെ കയ്യിൽ ആവശ്യത്തിന് സോൾജിയേഴ്സ് ഇല്ല. കട്ട് ചെയ്ത ഗോകു ആണെങ്കിൽ പ്രിൻസസിന്റെ പപ്പയോട് താങ്ക്സ് പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.